ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒട്ടുമിക്ക എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ മോസ്റ്റ് സെല്ലിങ് കേക്കിൽ ഒന്നായിട്ടുള്ളതാണ് കേട്ടോ ഈ റഷ്യൻ ഹണി കേക്ക്. നമുക്ക് ഈ ഹറിബറി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കേക്കും കൂടിയാണ് ഈ ഹണി കേക്ക്. നോർമലി ഒരു കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന അത്ര ഈസി ആയിട്ടല്ല കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുക. ഇത് തലേന്ന് തന്നെ നമ്മൾ ഇതിനുള്ള ഡോ ഒക്കെ റെഡിയാക്കി അത് സെറ്റായിട്ട് വേണം അതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി. അത് നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ തലേന്ന് ഒരു നൈറ്റ് 10:30 ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അവർ. അങ്ങനെ അപ്പം തന്നെ ഞാൻ ഡോ ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേന്ന് മോർണിംഗ് ആണ് കേട്ടോ നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ എനിക്ക് ഒരു ഫംഗ്ഷനും പോകാനുണ്ട്. അപ്പോൾ ഒരു 11 ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്ത് വെക്കണം. പിന്നെ ആകെ ഉണ്ടായ ഒരു സമാധാനം കസ്റ്റമർക്ക് പ്രത്യേകിച്ച് അങ്ങനെ കസ്റ്റമൈസ് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ജസ്റ്റ് ക്രംസ് ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ ഈസിയായി. അപ്പോൾ അന്ന് രാവിലെ തന്നെ ഒരു 1/2 kg ഹണി കേക്കിൻ്റെ ഓർഡറും കൂടി വന്നു. അപ്പം രണ്ടും ഒറ്റ കാര്യത്തിൽ എനിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഇതിൻ്റെ ബേസ് നമ്മൾ സോക്ക് ചെയ്യുന്നത് ഹണി സിറപ്പിലും അതേപോലെ തന്നെ നോർമൽ വിപ്പിംഗ് ക്രീമിലല്ല കേട്ടോ ഈ ക്രീം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് നമ്മുടെ ടോഫി ബട്ടർ ക്രീമാണ്. ഭയങ്കര ടേസ്റ്റാണ് ആ കേക്ക്. നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോസ്റ്റ് സെല്ലിങ് കേക്കിൽ ഒന്നായിട്ട് ഇത് മാറിയത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ഇട്ടിട്ടുണ്ടായ ഒരു കേക്കും കൂടിയാണ് ഇത്. കാരണം ഇത് 1/2 kg ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കുറച്ച് ആൾക്കാർ മാത്രമുള്ള വീട്ടിലേക്ക് 1 kg കേക്ക് വാങ്ങലും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 kg സെയിലിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ടൊരു കേക്ക് കൂടിയാണ് ഈ ഹണി കേക്ക്. ഈ കേക്ക് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഒരു സംശയമില്ല ഇതിൻ്റെ ഒരു ഫാനായി മാറും. അത് വേറൊന്നുമല്ല, നമ്മുടെ നോർമൽ കേക്കിൽ നിന്നും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ ഒരു കേക്കിൻ്റേത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നതാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമ്മൾ ഗിവ് അവേ ആയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു ഡിസേർട്ട് ലവർ ആണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതിൻ്റെ മുകളിൽ ക്രംസ് വരാനുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഫ്രോസ്റ്റിംഗ് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാത്തത്. ഇനി കംപ്ലീറ്റ് ക്രംസ് ഇട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കേക്ക് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ബേക്കറിയിൽ നിന്നോ ഹോം മെയ്ഡ് കേക്ക്സ് ഉണ്ടാക്കുന്നവരുടെ നിന്നോ ഒരിക്കലെങ്കിലും ഈ കേക്ക് ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഈ ഹണി കേക്കിൻ്റെ ഫില്ലിംഗ് ടോഫി ബട്ടർ ക്രീം തന്നെ ആവാൻ ശ്രദ്ധിക്കണേ, എന്നാലേ ഞാൻ പറയുന്ന ഈ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.